ഏറ്റവും കാണേണ്ട ഒരു ഭാഗം ഞങ്ങളുടെ ഇതാണ്. ഇതിന് ചുറ്റും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ വെച്ചിട്ട് അപ്പോൾ അത് നന്നായിട്ട് ഒട്ടിക്കഴിഞ്ഞു. ഇനി ഇതെടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഇളകി പോകത്തില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രസ്സിംഗ് ആണ്. ആ തണുപ്പിന് നമുക്ക് തണുപ്പിന് ഏറ്റവും നല്ലതാണ്. ഗ്രാനൈറ്റ് ആയാലും ടൈൽസ് ആയാലും ഈ തണുപ്പിനെയൊക്കെ നല്ലതായിട്ട് ഏറ്റവും നല്ല തണുപ്പിനെ അതായത് നമ്മൾ തണുപ്പ് കാലഘട്ടത്തിൽ ഇതിട്ടുകൊണ്ട് നിൽക്കുന്ന അവിടുത്തെ വീട്ടമ്മമാരും അവരൊക്കെ പറയുന്നവരുടെ ബോഡി ടെമ്പറേച്ചർ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. തണുപ്പ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന രീതിയിൽ നിൽക്കുന്നതുകൊണ്ട്. നമസ്കാരം. നമ്മളിപ്പോ കൊല്ലത്താണ് നിൽക്കുന്നത്. ഇവിടെ വന്നതിന്റെ പ്രത്യേകത ഒരു വ്യത്യസ്തമായിട്ടൊരു കമ്പനി കാണാം. എന്ത് കമ്പനി? ഈ കമ്പനിയുടെ പ്രത്യേകത ചെരുപ്പ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ചെരുപ്പുണ്ടാക്കുന്ന കമ്പനി എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ചെരുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ വാതരോഗികളായാലും അതുപോലെ ഷുഗർ പേഷ്യന്റിനും ഒക്കെ ധരിക്കാൻ പറ്റുന്ന ഒരു ചെരുപ്പ്. അങ്ങനെ ചെരുപ്പുണ്ടോ? നമുക്കൊന്ന് ഉണ്ടാക്കുന്ന കണ്ടാലോ? ഓക്കെ, കാണാം. വാ. അതിനെ ചെരുപ്പ് ഉണ്ടാക്കുന്ന എവിടെ നമുക്കത് കാണാം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഇതിന്റെ മെയിൻ സാറിനെ പരിചയപ്പെടാം. നമസ്കാരം സാറേ. നമസ്കാരം. പേര്? എൻ്റെ പേര് ഗോപകുമാർ എന്നാണ്. സാറേ, ഈ ചെരുപ്പ് കൊണ്ടുള്ള പ്രത്യേകത എന്തൊക്കെയാണ്? അതെ, ഇത് പ്രധാനമായിട്ട് ഈ ചെരുപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഡയബറ്റിക് ന്യൂറോപ്പതി കൊണ്ട് കാലിന് അസ്വസ്ഥത ഉണ്ടാകുന്ന ആളുകൾ, പലതരത്തിലുള്ള വാതരോഗങ്ങളുണ്ട്. വാതരോഗങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ബാധിക്കുന്നത് നമ്മുടെ കാലിനെയാണ്. അതുകൊണ്ട് ഈ വാതരോഗ സംബന്ധമായ പാദത്തിന് അസ്വസ്ഥതയുള്ള ആളുകൾ, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് കൊച്ചുകുട്ടികളാണ്, അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെന്താ പ്രത്യേകത? നമ്മുടെ കുഞ്ഞുങ്ങൾ, പഴയകാലത്തെ കുഞ്ഞുങ്ങൾ മണ്ണിൽ കളിച്ച് വളർന്ന ഒരു തലമുറയാണ് എൻ്റേതൊക്കെ. അപ്പോൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ചെരുപ്പിലാണ്. അവർ ജനിച്ച് ആദ്യം നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കൊച്ചു ശബ്ദം ഉണ്ടാക്കുന്ന, ലൈറ്റ് കത്തുന്ന ചെരുപ്പുകളൊക്കെ കൊടുക്കും. അത് കഴിയുമ്പോൾ സ്കൂളിൽ പോകുമ്പോഴും ചെരുപ്പിട്ടുകൊണ്ടാണ് അവർ പോകുന്നത്, സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഭൂമിയുമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ കാലെ സ്പർശിക്കുന്നില്ല. സന്തോഷം അറിയാമല്ലോ, ഈ സയൻസ് ടുഡേ എന്ന് പറയുന്ന മാഗസിൻ പറയുന്നത് ആറ്റം ബോംബിനേക്കാൾ അപകടകരമായ കണ്ടുപിടുത്തം മനുഷ്യൻ നടത്തിയ ചെരുപ്പാണെന്ന്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ കാലിൻ്റെ പാദത്തിൽ 1,25,000 നാഡീ ഞരമ്പുകൾ വന്ന് ചേരുന്ന സ്ഥലമാണ്. നമ്മൾ ഭൂമിയിൽ സ്പർശിക്കുന്നില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ ഭൂമിയിൽ സ്പർശിക്കുന്നില്ല. ഭൂമിയിൽ നിന്ന് കിട്ടേണ്ട പോസിറ്റീവ് എനർജി ഉണ്ട്, അത് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അവരെല്ലാം പിന്നെ നമ്മുടെ ടൈൽസിലെ മാർബിളിലോ ഒക്കെ ചവിട്ടിയല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഈ ആ മണ്ണും ഇതുമായിട്ട് തമ്മിലുള്ള വ്യത്യാസം എന്തോ? അതെ, നമ്മൾ ഈ പ്രോഡക്റ്റ് തന്നെ നാച്ചുറൽ പ്രോഡക്റ്റ് ആണല്ലോ. അതായത് 9 ആയുർവേദ മരുന്നുകൾ അതൊരു പ്രത്യേക അനുപാതത്തിലെടുക്കും. ആയുർവേദ മരുന്നുകൾ ഈ മണ്ണിൽ വരുന്ന മരുന്നുകളാണല്ലോ. അത് പ്രത്യേക അനുപാതത്തിലെടുത്ത് ഒരു ലെതർ ഷീറ്റിൽ തേച്ച് പിടിപ്പിച്ചിട്ട് അപ്പം നമുക്കിതൊക്കെ ഒന്ന് കാണാൻ നേരിട്ട് അല്ലേ സാറേ? തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞിട്ട്. അപ്പോൾ ഇദ്ദേഹം വന്നത്? ഇദ്ദേഹം പിന്നെ പരിചയപ്പെട്ടിരിക്കേണ്ട ഒരാളാണ്. പേര്? എൻ്റെ പേര് MJ മോഹനേന്ദ്രൻ. സാർ ഇവിടെ വന്നത്? ഞാനൊരു ഇൻ്റർനാഷണൽ ബാഡ്മിൻ്റൺ കോച്ചാണ്. PV സിന്ധുവിൻ്റെയൊക്കെ കോച്ചായിരുന്നു. നിരന്തരമായി നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. രാവിലെ ഒരു 5:30 നിൽക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കോച്ചിങ് എന്ന് പറയുമ്പം നിന്നുള്ള കുട്ടികളെ പഠിപ്പിക്കലും ഫീഡ് ചെയ്യലും അത് കൂടാണ്ട് കളിക്കലും ഒക്കെ ആയിട്ട് നമ്മൾ കാലിൽ എപ്പോഴും നിന്നിട്ട് കാലിൻ്റെ മസിൽസിൽ ഒരു താഴോട്ടൊരു ഒരു നീർക്കെട്ട് പോലുള്ള ഒരു സംഭവത്തിലേക്ക് വരും എപ്പോഴും. അതല്ലെങ്കിൽ നമ്മൾ കാല് പൊക്കി വെച്ച് എപ്പോഴും ഇരിക്കേണ്ടി വരും. അങ്ങനെ ഇവിടെ വന്ന് ഗോമാർ സാറിൻ്റെ ഇന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനൊരു പ്രോഡക്റ്റ് ഉണ്ട്, അതൊന്ന് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ഉപയോഗിച്ച് ഞാനിപ്പോൾ വീട്ടിനകത്ത് ഈ മാർബിളിൽ തറകളിലെ വീടാണല്ലോ, അല്ലെ ടൈൽസിൽ നടക്കുമ്പോൾ ഈ വീടിനകത്ത് ഈ ചെരുപ്പാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം എനിക്ക് വളരെയധികം റിലീഫുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ തീർന്നിട്ട് പുതിയ ഒരെണ്ണം മേടിക്കാൻ വന്നതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഫാമിലിക്കും അവരുടെ അമ്മമാർക്കും ഭാര്യമാർക്കും എല്ലാം റെക്കമെൻഡ് ചെയ്തിട്ട് അവരെല്ലാം വളരെ ഹാപ്പിയാണ്. സാർ, നമ്മുടെ കമ്പനിയുടെ പേര്? നമ്മുടെ കമ്പനിയുടെ പേര് സുശ്രുത ആയുർവേദ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് എന്നാണ്. നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ പേര് ആയുർപാതുക. ഇപ്പം ഇവിടെ എന്താ ചെയ്യുന്നത്? അത് സന്തോഷം, ഏറ്റവും കാണേണ്ട ഒരു ഭാഗം ഞങ്ങളുടെ ഇതാണ്. ഇത് രാമച്ചമാണ്, രക്തചന്ദനം, അതുപോലെ തന്നെ എരുക്ക്, 9 ആയുർവേദ മരുന്നുകൾ. അതൊരു പ്രത്യേക അനുപാതത്തിലാണ് ചേർക്കുന്നത്. അനുപാതം ചോദിച്ചാൽ അത് രഹസ്യമാണ്. ആ അനുപാതത്തിൽ ചേർത്ത് നമ്മളൊരു ഷീറ്റിൽ തേച്ച് പിടിപ്പിക്കും. ഇതൊക്കെ അവിടെ നിൽക്കുന്നത് സാറേ. സാറിന് എങ്ങനെ ഈ ഐഡിയ കിട്ടിയത്? അത് എൻ്റെ ഭാര്യയുടെ ഒരു പഴയ തറവാടാണ്. അവർക്ക് അവരുടെ വീടിൻ്റെ ചികിത്സയ്ക്കായിട്ട് പണ്ട് ഈ ആയുർവേദ മേഖലകളിൽ 2 തരം ചികിത്സ ഉണ്ടായിരുന്നു, നാട്ടു ചികിത്സയും വീട്ടു ചികിത്സയും ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലെ മരുന്നുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കി ചികിത്സിക്കുക, വേറെ ഒന്നും പറ്റില്ലല്ലോ. അപ്പം അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക ആയുർവേദ മരുന്നിൻ്റെ കൂട്ട് അത് കാലിൽ ഇത് അരച്ചിട്ട് പുരട്ടും. ഈ കാലിന് അസ്വസ്ഥത, വാദം, ഈ പ്രശ്നങ്ങളൊക്കെ വരും, പുരട്ടിയിട്ട് തുണിയോ വല്ലതും ചുറ്റിക്കൊണ്ട് കിടക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. കാരണം അത് ചെരുപ്പിൻ്റെ ഒരു രൂപത്തിലേക്ക് ഇത് വരുന്നില്ല. അപ്പോൾ ഇതൊരു എനിക്കൊന്ന് ക്ലിക്ക് ചെയ്തത്, ഇത് നമുക്കൊരു ചെരുപ്പിൻ്റെ രൂപത്തിലാക്കിയാൽ
എങ്ങനെ ഇരിക്കും എന്നൊരു ആലോചന വന്നു. അത് നമ്മളൊരു പ്രത്യേക അനുഭവത്തിലെടുത്ത് ഒരു 2-3 വർഷത്തെ ഗവേഷണമാണ് സന്തോഷം ഇതിൻ്റെ പിന്നിലുള്ളത്. നമുക്ക് ഡോക്ടറും ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അത് വെച്ച് ഞാൻ കൃത്യമായി ഡോക്ടറുടെ ഗൈഡൻസിലാണ്. ബാബു വിജയനാഥ് അദ്ദേഹം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. അദ്ദേഹം വളരെ പ്രഗത്ഭനാണ്. അതുപോലെ തന്നെ ഡോക്ടർ ഗണേഷ് ബാബു, അദ്ദേഹം DM ആണ് ആയുർവേദത്തിൽ. ഇവരെല്ലാം നമ്മളെ ഇതിനകത്ത് സഹായിച്ച ആളുകളാണ്. അവരെല്ലാം ഗൈഡൻസ് ഉണ്ട്. എന്നിട്ടാണ് ഈ ഒരു ചെരുപ്പിലേക്ക് എത്തിയത്. അപ്പോൾ ശരിക്കും എത്ര വർഷമായി? ഇതിപ്പം ഞങ്ങൾ തുടങ്ങിയത് 2017-ലാണ്. അപ്പോൾ ഇടയ്ക്ക് കോവിഡ് വന്നപ്പോഴും നമ്മളെ അത് വലിയ കാര്യമായിട്ട് ബാധിച്ചില്ല. കാരണം ഇതിൻ്റെ ഡിമാൻഡ് അങ്ങനെ തന്നെ നിന്നു. അപ്പോൾ ആ സമയത്ത് കൂടുതൽ ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനും പഠിക്കാനും തുടങ്ങിയത്. ഞങ്ങൾ കൂടുതൽ ഇതിൻ്റെ ക്വാളിറ്റിയിലേക്കാണ് ശ്രദ്ധിച്ചത്. പരസ്യം കൊടുത്ത ആളുകളെ കളിപ്പിക്കുക ആ പരിപാടി വന്നില്ല. നമ്മൾ ചെയ്തത് ഇതിൻ്റെ ക്വാളിറ്റി. അപ്പോൾ ഒരുപാട് അങ്ങ് ഉണ്ടാക്കാൻ ഒക്കില്ല. ആവശ്യക്കാർക്കനുസരിച്ചല്ലേ നമുക്ക് പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. കാരണം മരുന്നിൻ്റെയൊക്കെ ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് നമ്മൾ ചെയ്ത് കൊടുത്തു. ഇപ്പോഴത്തെ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ കാനഡയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഇതൊരു പറഞ്ഞറിഞ്ഞാണ് ഈ ചെരുപ്പിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത്. കാനഡയിലൊക്കെ കടുത്ത തണുപ്പാണ്. ആ തണുപ്പിന് തണുപ്പിന് ഏറ്റവും നല്ലതാണ്. ഗ്രാനൈറ്റ് ആയാലും ടൈൽസ് ആയാലും ഈ തണുപ്പിനെയൊക്കെ നല്ലതായിട്ട് ഏറ്റവും നല്ല തണുപ്പിനെ അതായത് നമ്മൾ തണുപ്പ് കാലഘട്ടത്തിൽ ഇതിട്ടുകൊണ്ട് നിൽക്കുന്ന അവിടുത്തെ വീട്ടമ്മമാരും അവരൊക്കെ പറയുന്നവരുടെ ബോഡി ടെമ്പറേച്ചർ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. തണുപ്പ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന രീതിയിൽ നിൽക്കുന്നതുകൊണ്ട്. സാറേ, അപ്പോൾ ഇത് വിദേശത്തുള്ള ആൾക്കാരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടുകാരൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സാറേ, അപ്പോൾ എല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നത്? അത് A-Z ഇവിടെയാണ്. അല്ലാതെ കൊടുത്താൽ നമ്മുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഇത് ചിപ്പ് ചെയ്യുന്നതാണ്. ഈ തടി കഷ്ണം, അതായത് ചെറിയ പീസാക്കുമല്ലോ. ചെറിയ പീസായി കഴിഞ്ഞ് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പൗഡർ പോലെ പൊടിഞ്ഞു കിട്ടും. ഈ പൊടിച്ചെടുക്കുന്നത് നേരെ ഇതിലേക്ക് കൊടുക്കും. അപ്പോൾ കുറേ പണിയുണ്ട്. നോക്കിക്കട്ടെ. ശരി. ഈ മരുന്ന് ഈ 9 ആയുർവേദ മൂലികകൾ പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് തയ്യാറാക്കിയ മരുന്നാണ്. ഇത് കറക്റ്റ് ആക്കുക. നമുക്കത് കാണാം. ഓക്കെ സാർ, ഇപ്പോൾ ഇവിടെ പരിപാടി, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. നമ്മൾ ആ കണ്ണിൽ അരച്ചു വെച്ചിരിക്കുന്ന മിശ്രിതം, ആയുർവേദ മിശ്രിതം ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കുക ചെയ്യും. ഇതേപോലെ ഇങ്ങനെ കോട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇത് എത്ര പ്രാവശ്യം ഇങ്ങനെ കോട്ട് ചെയ്യും? ഇത് 3 പ്രാവശ്യം കൊടുക്കും. 3 പ്രാവശ്യം ഇങ്ങനെ ഉണങ്ങി 3 പ്രാവശ്യം. അതിനിപ്പോ എങ്ങനെ ഉണക്കുന്ന ഈ മെഷീനിലോട്ട് വെച്ചിട്ട്, ഈ മെഷീനല്ല ഇതിലേക്ക് വെച്ചിട്ട് വെയിലത്ത് വെച്ചല്ല ഉണക്കുന്നത്. വെയിലത്ത് വെച്ച് അതിന്റെ മെഡിസിൻ വാല്യൂ പോയി. അപ്പൊ നിഴലത്ത് തന്നെ ഉണങ്ങി ഈ നാച്ചുറൽ എയറിൽ ഉണങ്ങിയെടുക്കണം. അപ്പൊ എത്ര ദിവസം എടുക്കും? ഇതൊരു 3-4 ദിവസം എടുക്കും. അപ്പൊ ഒരു ചെറിയ പണിയല്ല തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ വരെ വരുന്നത്. വലിയ ഒരുപാട് ഹ്യൂമൻ ലേബർ വേണ്ടി വരുന്നത്. അപ്പൊ അതിന്റെ ഗുണം ഇതിനകത്ത് ചെയ്യുകയും ചെയ്യും. അതാണ് ക്വാളിറ്റി. ഇത് കഴിഞ്ഞിട്ട് അടുത്ത് എന്തോ ചെയ്യുന്നത്? ഇത് കഴിയുമ്പോൾ ഈ ഷീറ്റ് ഉണ്ടല്ലോ, ഇതൊരു ലെതർ ഷീറ്റാണ്. അതായത് ഇത് പെരട്ടാത്ത ലെതർ ഷീറ്റാണ്. ഈ ലെതർ ഷീറ്റ് വെളിയിൽ കട്ടിംഗ് മെഷീനുണ്ട്. ആ കട്ടിംഗ് മെഷീനിലേക്ക് കൊണ്ടുവന്നിട്ട് അതിന് പറ്റുന്ന ഡൈ, അതായത് നമ്മൾ 7 ചെരുപ്പിൻ്റെ അളവ് അല്ലെങ്കിൽ 8 ചെരുപ്പ് 9 ആ ചെരുപ്പിൻ്റെ അളവ് അനുസരിച്ചുള്ള ഡൈ ഉണ്ട്. ആ ഡൈ വെച്ച് ഇത് നമ്മൾ മുറിച്ച് കട്ട് ചെയ്യും. നമുക്ക് കാണാം. സാറേ, നമ്മളിപ്പോൾ അവിടെ മരുന്ന് വരട്ടി ഈ നിഴലത്ത് ഉണങ്ങിയ സാധനം ഇത്. അതെ. ഇതിന് ചെയ്യുന്നത് ഇതിപ്പം മെഡിക്കേറ്റഡ് ഷീറ്റായി. ഈ മെഡിക്കേറ്റഡ് ഷീറ്റ് ഇതിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ചെരുപ്പിൻ്റെ അളവുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഇത് അളവാണ്. ഈ അളവിന് ഇത് വേറൊരു അളവാണ്. ഈ അളവിനനുസരിച്ച് നമ്മൾ 5 തൊട്ട് 12 വരെയുള്ള അളവുകളുള്ള ഡൈ ഉണ്ട്. അതനുസരിച്ച് നമ്മൾ മുറിക്കും. ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. എന്നിട്ടാണ് ഇനി അടുത്ത പരിപാടി. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന് ചുറ്റും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്ത ഒരു ഘട്ടം എന്ന് പറയുമ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതൊരു റബ്ബർ ഷീറ്റാണ്. ഈ ഷീറ്റിലേക്ക് ഇത് ഒട്ടിക്കും. അത് കറക്റ്റ്. അപ്പോൾ അത്ര ഏകദേശം പണി കഴിഞ്ഞു. അപ്പോൾ ചെരുപ്പിൻ്റെ പണി കഴിഞ്ഞു. എങ്ങനെ മെഡിക്കേറ്റഡ് സംഭവം റെഡിയായി കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് അടുത്ത മെഷീനിലേക്ക് പോകുന്നത്. അപ്പോൾ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ കുറിച്ച് എനിക്കൊന്ന് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഇത് നമ്മൾ നോക്കി നടക്കുന്ന ഇതിൻ്റെ ജനറൽ മാനേജറുണ്ട് ശ്രീകുമാർ. നമുക്ക് അദ്ദേഹത്തോട് പറയാം. ഓക്കെ. നമസ്കാരം സാറേ, പേര്? എൻ്റെ പേര് ശ്രീകുമാർ. ഇത്ര സംഭവം കഴിഞ്ഞ് മാനേജറാണ്. ശരി. ഇത്രയും കഴിഞ്ഞ് ഇനി എന്തോ ചെയ്യുന്നത്? ഇതിന് ശേഷമാണ് നമ്മുടെ ഇതിന്റെ ഈ മിഡിൽ സോളും ഈ ബോട്ടം സോളുമായിട്ട് ഒട്ടിച്ചിടും. കാര്യം ഇത് താഴെ പോകുന്ന പോർഷനാണ്. ഇതിൽ നമുക്ക് സ്ലിപ്പ് ആകാതിരിക്കാൻ വേണ്ടി നല്ല ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടി ഇതെല്ലാം ഉണ്ട്. ഇതിന്റെ പുറത്താണ് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ഇൻസോള് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് അത് ഒട്ടിച്ചതിന് ശേഷം ഇതിന്റെ സ്ട്രാപ്പും ഒക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് അതിൻ്റെതായിട്ടുള്ള അളവിനുള്ള കൃത്യമായിട്ട് ഓരോരോ അളവിലുള്ള ലാസ്റ്റ് ഉണ്ട്. ഇതിന് എന്തോ ചെയ്യുന്നത്? ഇത് നല്ലപോലെ പ്രസ് ചെയ്ത് ഒട്ടിക്കാനായിട്ട് ഇവിടെ ഒരു പ്രസ്സിംഗ് മെഷീൻ ഉണ്ട്. ഇതിനകത്ത് വെക്കും. ഇതിലേക്ക് നമ്മൾ വെച്ചിട്ട് അപ്പോൾ അത് നന്നായിട്ട് ഒട്ടിക്കഴിഞ്ഞു. ഇനി ഇതെടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഇളകി പോകത്തില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രസ്സിംഗ് ആണത്. ഇനി ഇത് എന്ത് ചെയ്താലും ഇളകി വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇതിന്റെ പരിപാടി ഫിനിഷിംഗ് സ്റ്റേജ് എത്തിക്കഴിഞ്ഞത്.
നമ്മളിപ്പോൾ കണ്ടല്ലോ ആ രീതി ചെയ്ത മോഡൽ ചെരുപ്പുകളാണ് ഈ ഇരിക്കുന്ന എല്ലാം. കുട്ടികൾക്ക് തൊട്ടെല്ലാം ഉണ്ട്. സാറേ ഷൂ ഇടുന്നവരെന്ത് ചെയ്യും? ഷൂ ഇടുന്നവർക്ക് ഷൂവിനകത്ത് ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇൻസോൾ മാത്രം കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറിയവർക്കാണെങ്കിൽ അങ്ങനെയുണ്ട്. ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇൻസോളാണ് ഇത്. അവർ ഉപയോഗിക്കുന്ന ഷൂവിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെരുപ്പ് ഉപയോഗിക്കുന്ന അതേ ഗുണം കിട്ടും. സാർ എന്തൊക്കെ ഗുണം അതിനുള്ളത്? ഇത് സാധാരണയായിട്ട് നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ പ്രകൃതിയായിട്ടുള്ള ബന്ധം ഇല്ലാത്ത ഒരു ജീവിതമാണ് ഇപ്പോൾ നമുക്കുള്ളത്. അതായത് ഫ്ലാറ്റ് സംസ്കാരമാണ് നമ്മുടേത്. അപ്പോൾ അതുകൊണ്ട് ആണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ നമ്മുടെ ശാരീരികമായിട്ട് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ വേണ്ടിയാണ് നമ്മൾ ആയുർവേദ മരുന്നുകളിൽ ചവിട്ടിക്കൊണ്ടിരുന്നത്. പ്രകൃതിയിൽ ചവിട്ടുന്ന, ഭൂമിയിൽ ചവിട്ടുന്നതിന് തുല്യമായ ഒരു എഫക്റ്റാണ് നമുക്കിതിൽ കിട്ടുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഡയബറ്റിക് വാദസംബന്ധമായ രോഗങ്ങളുള്ള ആൾക്കാർക്ക് അവരുടെ കാലുകൾക്കുണ്ടാകുന്ന പെരുപ്പ്, തരിപ്പ്, വേദന, ഉപ്പൂറ്റി വേദന ഇങ്ങനെയുള്ള ഈ മറ്റുള്ള ശാരീരികമായ അസ്വസ്ഥതകൾക്ക് വളരെയധികം പ്രയോജനപ്രദമാണ് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു സ്കീമിൽ ഇത് ഒരുപാട് ആൾക്കാർക്ക്, നേരത്തെ പറഞ്ഞ ഗോകുമാർ സാറിൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് നമ്മളിതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ കൊടുക്കുകയും ഇന്ത്യക്ക് വെളിയിലോട്ടാണ് ഇത് കൂടുതൽ പോകുന്നത്. ഇന്ത്യക്ക് വെളിയിലാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. വിദേശ രാജ്യങ്ങളിൽ, തണുപ്പ് കൂടിയ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്ത് ജീവിക്കുന്നവർക്കും ഒക്കെ ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായ ഒരു ഉൽപ്പന്നമാണ്. വാങ്ങിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് വാങ്ങിക്കാനായിട്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് ഓർഡർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വെബ്സൈറ്റിന്റെ പേര് sushruta.ayurveda.in. ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽസും അതിനകത്ത് കിട്ടും. ഇത് നമുക്ക് വിപണനം ചെയ്യാനുള്ള, നമുക്ക് പേയ്മെന്റ് അടക്കം ചെയ്യുന്നതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമുക്ക് ഇതിനുണ്ട്. ആമസോണിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മുടെ വാട്സപ്പ് വഴി നമുക്കിപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോയിലെ നമ്പറുണ്ട്, കമന്റ് ബോക്സിൽ നമ്പറുണ്ട്. വാട്സാപ്പിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടുന്ന് തന്നെ അയച്ചു കൊടുക്കും. പിന്നെ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്ന ഇത് കൊല്ലത്താണ്. കൊല്ലത്ത് തിരുമുല്ലവാരം എന്ന് പറയും. തിരുമുല്ലവാരം എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊല്ലം കളക്ടറേറ്റിന്റെ അടുത്ത്, വളരെ അടുത്താണ്.